രണ്ടാമത്തെ 10 നമ്മൾ നിലകൊള്ളുന്ന 10 പാപമോചനത്തിന്റെ 10ആണ്. ഞാനൊരു അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കും. ഉറങ്ങുന്നവരെ ഞാൻ ഉണർത്തിക്കോളാം, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ 10ലാണ് നമ്മളുള്ളത്, പാപമോചനത്തിന്റെ 10. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പാപമില്ലാത്തവരുടെ 10 എന്നല്ല പറഞ്ഞത്. പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും പാപം ചെയ്യുമെന്നല്ലേ എൻ്റെ അർത്ഥം. പാപമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും പാപികളാണ്, മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരാണ്. ആ പാപികളായ മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ ഒരു മോചനം കൊടുക്കുന്ന 10 എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നമ്മളെല്ലാവരും പാപ സുരക്ഷിതരാണ്, ഒരു പാപവും ചെയ്യാത്തവരാണ് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. മനുഷ്യരൊക്കെ പാപികളാണ്. അവിടെ നിന്ന് പറഞ്ഞല്ലോ, കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാ പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്. എല്ലാ മനുഷ്യരെ പറ്റിയുമാണ് പറഞ്ഞത്. അതിൽ ചില ആളുകളെ ഒഴിവാക്കിയിട്ടില്ല. അംബിയാ മുർസലീങ്ങളെ മഅ്സൂമീങ്ങളായ പ്രവാചകന്മാര്, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കാത്ത, ഒരു നിലയിലും തെറ്റ് ചെയ്യാത്ത, കറാകത്ത് പോലും ചെയ്യാത്തവരുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ മൊത്തത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പ്രതിപാദിച്ചത്, അവരെ പരിചയപ്പെടുത്തുന്നത് കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. എങ്ങനെ തെറ്റ് ചെയ്യുന്നവരാണ്? വല്ലാതെ തെറ്റ് ചെയ്യുന്നവരാണ്, വല്ലാതെ തെറ്റ് ചെയ്യുന്നവരാ. പാപം ചെയ്യാത്തവരുണ്ടോ സഹോദരങ്ങളെ? ആരാ പാപം ചെയ്യാത്തവര്? നമ്മൾ കേട്ടിട്ടുണ്ട്, പല മഹാന്മാരെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദരണീയനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദിന്റെ സ്മരണിക ഒരു ദിവസം ഞാൻ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനകത്തൊരു ലേഖനമുണ്ടായിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്നത്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലത്രേ. അങ്ങനെയുള്ള മഹത്തുക്കളുടെ മണ്ണാണ് കരുനാഗപ്പള്ളിയുടെ മണ്ണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവര് വിരളമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് സഹാബത്തിന്റെ കാലഘട്ടത്തിലല്ല, അത് താബീങ്ങളുടെ കാലഘട്ടത്തിലല്ല, അത് തബഅ താബീങ്ങളുടെ കാലഘട്ടത്തിലല്ല. ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, അതേ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ജീവിച്ചിരുന്ന മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ആ മഹാനായ പണ്ഡിതനുണ്ടല്ലോ, തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിൽ എത്തപ്പെടുകയോ ലോകത്ത് വലിയ സംഭാവനകൾ സമ്മാനിക്കുകയും ചെയ്ത തഴവ ഉസ്താദ് ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനാണ് എന്ന് ഓരോരുത്തരും വിളിച്ചു പറയുമ്പോ, സഹോദരങ്ങളെ, എണ്ണിയാൽ വിരലിലെണ്ണാൻ പറ്റുന്ന നിലയിൽ കുറെ ആളുകൾ അങ്ങനെ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആരംഭപ്പൂവായ ഹബീബിന്റെ വാക്കെന്താണ്? കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരെല്ലാം പാപം ചെയ്യുന്നവരാ. ആരാണ് പാപം ചെയ്യാത്തവര്? അല്ല, എല്ലാവരും പാപം ചെയ്യുന്നവര് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യുമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അതാ പശ്ചാത്താപത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ, പശ്ചാത്താപത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ, കുറ്റബോധത്തിന്റെ ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സ് നമ്മൾ പ്രത്യേകമായി റമളാൻ മാസത്തില്, അതിലും പ്രത്യേകമായി രണ്ടാമത്തെ 10 അള്ളാന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ട സമയമാ. അതാണ് പാപമോചനമെന്ന് പറയുന്നത്. ഞാൻ തെറ്റുകാരനാണ്, പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്കൊത്ത്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപമോചനത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. പണ്ട് ഒരു ശില, ആ ശിലയെ ഒരു ശില്പി ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, വഴിയരികിലൊക്കെ വലിയ പാറ, ആ പാറയിൽ കൊത്തിക്കിട്ട് ദൈവത്തെ ഉണ്ടാക്കാറുണ്ട്. ശിലയാണത്. ആ ശിലയെ ശില്പി ശില്പമുണ്ടാക്കാറുണ്ട്. അങ്ങനെ ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശില്പിയുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു കൗതുകത്തോട്, നിങ്ങൾ എത്ര പാടുപെട്ടിട്ടാ ദൈവത്തെ ഉണ്ടാക്കുന്നത്? ദൈവത്തിന്റെ കണ്ണ്, ദൈവത്തിന്റെ മൂക്ക്, ദൈവത്തിന്റെ വാ, ദൈവത്തിന്റെ കൈകാലുകൾ, എത്ര കൃത്യമായിട്ടാ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ? ആ സമയത്ത് ശില്പിയുടെ മറുപടി എന്താണെന്നറിയോ? ആ മറുപടി മാത്രം മതി, നമ്മളൊക്കെ പാപികളാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എവിടെയോ പാപമോചനത്തിന്റെ, പശ്ചാത്താപത്തിന്റെ കുറ്റബോധ മനസ്സുണ്ട് എന്ന് ബോധ്യപ്പെടാൻ. ശില്പി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ ദൈവത്തെ ഉണ്ടാക്കുകയാണ്. ശില, വലിയ പാറ, അതിനെ പൊട്ടിച്ചിട്ട് ഞാൻ ഇതിനെ ശില്പമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ എത്ര കഷ്ടപ്പെട്ട് പണിപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇതിൽ പണിപ്പെടാനൊന്നുമില്ല. ശില്പി പറയാണ്, ഈ പാറയുടെ ഉള്ളിൽ ഒരു ശില്പമുണ്ട്. ഈ പാറയുടെ ഉള്ളിൽ ഒരു രൂപമുണ്ട്, ദൈവത്തിൻ്റെ ഒരു രൂപമുണ്ട്. ആവശ്യമില്ലാതെ അതിൻ്റെ മീതെയുള്ള കല്ലുകളെ ഞാൻ കൊത്തിക്കളയാണ്. അതിൻ്റെ മീതിരിക്കുന്ന ആവശ്യമില്ലാത്ത കല്ലുകളെ
ആവശ്യമില്ലാത്ത ചില ഭാഗങ്ങളെ ഞാൻ ഉളിയും ചുറ്റിക കൊണ്ടും തട്ടി കളയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ കല്ലിൻ്റെ അകത്തൊരു രൂപമുണ്ട് എന്ന് ശില്പി പറയുകയാണ്. നമ്മളൊക്കെ പാപികളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ ഒരു മനസ്സ്, കുറ്റബോധത്തിൻ്റെ മനസ്സുണ്ട്. ആ മനസ്സ് ഉപയോഗപ്പെടുത്താൻ റമളാൻ മാസം പൊതുവെയും പ്രത്യേകിച്ച് രണ്ടാമത്തെ 10 നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് പാപമോചനത്തിൻ്റെ 10 എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാപികളെന്നതിൻ്റെ അർത്ഥം ആ പാപങ്ങളെ കഴുകിക്കളയാൻ പടച്ചതമ്പുരാൻ നമുക്ക് തന്ന മാസമല്ലയോ അള്ളാന്റെ വിശുദ്ധ രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ 10 അള്ളാന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ ഒരു ആയത്ത്. ആ ഒരൊറ്റ ആയത്ത് മതി എൻ്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പാപമോചനത്തിന്റെ കണക്ക് പറയാൻ അല്ല പറഞ്ഞതെന്താണ്? والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله. അല്ല പറയുകയാണ് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, ആരെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്തു പോയാൽ അവ ളലമു അൻഫുസഹും, ആരെങ്കിലും സ്വന്തത്തോട് അക്രമം ചെയ്തു പോയാൽ, ആരെങ്കിലും ഒരു പുണ്യപ്രവൃത്തി അല്ലാത്ത എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ചെയ്തു പോയാൽ അല്ല പറയുകയാണ് അടുത്ത നിമിഷം പടച്ചവനെ ഓർക്കേണ്ടതാണ്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്, ആ തെറ്റിൽ അവനോ അടിയുറച്ചു നിൽക്കാതെ ആ തെറ്റവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയപ്പോ ഉടനെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്റെ പടച്ചതമ്പുരാ, എന്റെ അള്ളാഹുവിനോടാണല്ലോ ഞാൻ ധിക്കാരം കാണിച്ചത്, എന്റെ റബ്ബിനോടാണല്ലോ ഞാൻ ഈ പാപം ചെയ്തത്. അള്ളാഹനെ ഓർക്കുമ്പോൾ അവര് ചെയ്ത പാപങ്ങളുടെ പേരിൽ പാപമോചനം തേടുകയാ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. അല്ലാഹ് അല്ലാതെ പൊറുക്കാൻ ആരും തന്നെ ഇല്ല. എന്നിട്ടോ വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ടാ തെറ്റിൽ അവന് അടിയുറച്ച് നിൽക്കുന്നതുമില്ല. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അല്ല പറയുകയാണ് ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനൊരു തിന്മ ചെയ്തപ്പോൾ അവന് കള്ളു കുടിച്ചു, പലിശ വാങ്ങി, വ്യഭിചരിച്ചു, അതല്ലെങ്കിൽ അവന് ഏതെങ്കിലും നിലയിൽ നിസ്കാരം ഉപേക്ഷിച്ചു, അള്ളാഹു നിർബന്ധമാക്കിയ അമലുകൾ ഉപേക്ഷിച്ചു, ആ നിലയിൽ അവന് തെറ്റുകാരനായി മാറുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നു ആ തെറ്റവന് ചെയ്ത ഉടനെ അവൻ അള്ളാഹുവിനെ ഓർക്കുകയാണ്. ആ നിമിഷം അവന് പടച്ചവനെ ഓർക്കുകയാ. അള്ളാനെ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് അവന് എന്താ ചെയ്തത്? അവന് ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാപമോചനം തേടുകയാ. അള്ളാഹുവിനോട് കരങ്ങൾ നീട്ടിയിട്ട് പശ്ചാത്തപിച്ചു മടങ്ങുകയാ. അവന് പാപമോചനം തേടുമ്പോ അല്ല പറയുന്നു വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവൻ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളിൽ അവന് അടിയുറച്ചു നിൽക്കാതെ ഏത് പാപമാണെങ്കിലും അവൻ അതിൽ നിന്ന് പിന്മാറിയിട്ട് അല്ലാഹുവേ നീ അല്ലാതെ എനിക്ക് പുറത്തു തരാ വേറെ ആരുമില്ല എന്ന ചിന്തയോടെ പടച്ചവന്റെ മുന്നിൽ പശ്ചാത്താപ മനസ്സോടെ അവന്റെ മനസ്സാക്ഷി കൊട്ട് പടച്ചവന്റെ മുന്നിൽ മലർക്കയങ്ങ് തുറന്നു കൊടുത്ത അള്ളാന്റെ ഖുർആൻ അവന് കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? സഹോദരങ്ങളെ, നിങ്ങൾ ഈ ആയത്തിലൂടെ എന്റെ പിന്നാലെ വരണേ. അള്ളാഹു പറഞ്ഞത് പാപം ചെയ്യാത്തവരെ പറ്റിയല്ല. അള്ളാഹു പറഞ്ഞത് ജീവിതത്തിൽ ഒരു പാപം ചെയ്യാത്തവനെന്ന് പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്. അല്ല പറയുന്നത് പാപം ചെയ്തു പോയി, അവന് തിന്മകൾ ചെയ്തു പോയി, പക്ഷേ അള്ളാനെ ഓർത്തപ്പോഴോ ആ ഓർമ്മയിൽ അവന് പശ്ചാത്താപ മനസ്സവനുണ്ടായി, അവന് കുറ്റബോധമുണ്ടായി, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പാപമോചനം തേടുമ്പോ അവന് ചെയ്തുകൊണ്ടിരുന്ന ആ തെറ്റങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു. അല്ല പറയുന്ന ഉലൈക ജസാഉഹും മഗ്ഫിറ, അവൻ അല്ല കൊടുക്കുന്ന ജസാ എന്തെന്നറിയോ? അല്ല കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ?
എന്തെന്നറിയോ? മഗ്ഫിറ, പാപമോചനമാണ്. അവന് ചെയ്ത പാപങ്ങളെല്ലാം അല്ലാഹു പൊറുക്കുന്നതാ. ആരെ പറ്റിയാ സഹോദരങ്ങളെ പറയുന്നത്? ഔസുൽ അലമിനെ പറ്റിയല്ല, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പറ്റിയല്ല, ഖാജാ മുഈനുദ്ദീൻ അൽ ജിശ്തി തങ്ങളെ പറ്റിയല്ല, മഹാനായ അഹ്മദുൽ ബദവി തങ്ങളെ പറ്റിയല്ല, അതുപോലെ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ പറ്റിയല്ല, മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്ന കരുനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ശൈഖിനെ പറ്റിയല്ല പറഞ്ഞത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഏത് സമയത്തെ തെറ്റ് ചെയ്യുന്ന, അല്ലാഹു പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, കള്ളിന്റെ പെണ്ണിന്റെ പിന്നാലെ പോകുന്ന, പലിശയുടെ പിന്നാലെ പോകുന്ന, നിരന്തര തെറ്റുകൾ ചെയ്ത് പാപത്തിന്റെ കറകൾ പുരണ്ട കരങ്ങളും ഹൃദയവുമായിട്ട് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, ഒരു നിമിഷം നിനക്ക് പടച്ചവനെ ഓർമ്മ വന്നപ്പോ പശ്ചാത്താപ മനസ്സോടെ ഇത് കരങ്ങൾ ആകാശത്തിലേക്ക് നീട്ടിയിട്ട് അള്ളാഹിനോട് പുറത്തു തരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞ അള്ളാഹു നമുക്ക് തരുന്നത് ജസാഉഹും മഗ്ഫിറ, പാപമോചനമാണ് അള്ളാഹു തരുന്നത്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ അങ്ങ് പൊറുക്കുകയാ. എന്നിട്ടോ വജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്ത് അരുവി ഒഴുകുന്ന ആരാമങ്ങൾ, അടിഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളല്ല തരുന്നതാ. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവന് എന്നെന്നും ശേഷിക്കുന്നതാണ്. ഒരു സെക്കൻഡ് പോലെ തിരിച്ചാ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരില്ല. ആ നിലയിൽ പടച്ച തമ്പുരാനൊരു മനുഷ്യനെ അല്ലാഹു തആല സംഭാവനകൾ സമ്മാനം കൊടുക്കുകയാ. ഇതാർക്കാ കൊടുക്കുന്നത്? ജീവിതത്തിൽ പാപമില്ലാത്തവനല്ല. ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വത്തോടെ ഇളം കാലിന്റെ ചുവപ്പ് വിട്ടുമാറാത്ത, കാലിന്റെ ഇളം ചുവപ്പ് വിട്ടുമാറാത്ത, ഗർഭാശയത്തിന്റെ മനവ് വിട്ടുമാറാത്ത ഒരു കുഞ്ഞിനെ പറ്റിയിട്ടല്ല സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത്. അവനെ പറ്റിയല്ല പടച്ചവൻ മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് പറഞ്ഞത്. നൈരന്തര്യം ദൈനംദിന തെറ്റ് ചെയ്യുന്ന മുസ്ലിമേ, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പറഞ്ഞു. ആ പാപമോചന തേടാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട 10 ദിവസങ്ങളിൽ 4 രാത്രികളാണ് കഴിഞ്ഞു പോയത്, 3 രാത്രികളാണ് കഴിഞ്ഞു പോയത്. മൂന്നാമത്തെ പകലിന്റെ പകുതിയോളം നമ്മൾ എത്തിച്ചേരുമ്പോ ഇന്ന് പടിഞ്ഞാറ ചക്രവാളത്തിൽ അരുണ കിരണങ്ങൾ അസ്തമിക്കുന്ന സമയത്ത് മൂന്നാമത്തെ പകലും അങ്ങ് അവസാനിച്ചു, 4ാമത്തെ രാവിലേക്ക് പ്രവേശിച്ചു. ഇനി എത്ര ദിവസമാണുള്ളത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് പാപത്തിന്റെ കറകൾ മുഴുവനെ കഴുകിക്കളയാ. ഒരു ശില്പി തന്റെ ശില്പത്തിന്റെ ശിലയുടെ ഉള്ളിൽ ശില്പമുണ്ടെന്ന് ശില്പി പറഞ്ഞതുപോലെ നമ്മുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളറകളിൽ കുറ്റബോധത്തിന്റെ, പശ്ചാത്താപത്തിന്റെ, പാപമോചനത്തിന്റെ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ അത് പടച്ചവന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് പാപമോചനമെന്ന് പടച്ചതമ്പുരാൻ ഈ 2ാമത്തെ 10 വിവരിക്കുമ്പോ മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്തവരെ കരുനാഗപ്പള്ളി മഹല്ലിലുണ്ടോ? ഇമാമുണ്ടോ? പ്രസിഡന്റ് ഉണ്ടോ? സെക്രട്ടറി ഉണ്ടോ? പ്രഭാഷകനുണ്ടോ? പ്രബോധകരുണ്ടോ? ഇല്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. കാരണം അല്ലാഹുവിന്റെ ഹബീബാ പറഞ്ഞത്, ഒരു വാക്ക് പോലെ തമാശയ്ക്ക് അവിടെ നിന്ന് വരാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുട ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറയുന്നു, എല്ലാ ആളുകളും പാപം ചെയ്യുന്നവരാണ്. ആ പാപം ചെയ്യുന്ന മനുഷ്യരിൽ അല്ലാഹു തആല പശ്ചാത്തപിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കി. അവരായി നമ്മൾ മാറണമെന്നായി പറയുന്നത്. ആ പാപത്തിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്നൊരു അവസരമാണ് ഈ പരിശുദ്ധമായ റമളാൻ മാസം, പ്രത്യേകിച്ച് 2ാമത്തെ 10. നമ്മളതിനുള്ള ശ്രമം നടത്തണം. നിങ്ങൾ നോക്കിയ റബ്ബ് തന്ന കാരുണ്യം എത്രയാണ്. ചിന്തിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഭൂമി വിണ്ട് കീറി അതിനകത്തേക്ക് വീണ് ഇന്നും ഈ പ്രസംഗിക്കുന്ന 2024 മാർച്ച് മാസം ഈ ദിവസത്തിൻ്റെ പട്ടാപ്പകല് ഞാനും നിങ്ങളും ഈ കരുനാഗപ്പള്ളി പള്ളിയുടെ മുറ്റത്തൊരുമിച്ച് കൂടുമ്പോഴും ഭൂമിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഖാറൂൻ അടക്കമുള്ള ആളുകളെ അല്ലാഹു തആല ഭൂമി വിണ്ട് കീറിയിട്ട് അതിനകത്തേക്കാക്കി അല്ലാഹു തആല നശിപ്പിച്ചില്ലേ? എത്രയോ സമുദായത്തെ അല്ലാഹു തആല തീക്കാറ്റ് കൊടുത്തിട്ട് ഒരല്പം ചൂട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. എല്ലാ പള്ളികളും AC ആയി. നമ്മുടെ പള്ളി AC അല്ലേ?
ചെറിയ പള്ളികളിൽ എല്ലാം ആയി അല്ലേ? എല്ലാ പള്ളികളും AC ആണ്. പണ്ടൊരു AC പള്ളി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ആറാട്ടുപുഴ ഒരു AC പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് ആ പള്ളിയിൽ മാത്രമേ AC ഇല്ല, ബാക്കി എല്ലാ പള്ളിയിലും AC ആയി. ആറാട്ടുപുഴ പള്ളിയിൽ മാത്രമേ AC ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവിടെ മാത്രം AC ഇല്ല, ബാക്കിയെല്ലായിടത്ത് AC ആയി. ഇവിടെ പിന്നെ വലിയ പള്ളിയാണ്, എത്ര AC വെച്ചാലാ തികയ്യ? റമദാൻ കഴിഞ്ഞ് വെക്കൂല്ലേ? അൽഹംദുലില്ലാ. അല്ലാതെ പറ്റില്ല. ആളുകൾക്ക് അവർ പറയുന്ന ഇതാണ്, തറാവീഹിനൊക്കെ വന്ന് നിന്നിട്ട് എല്ലാവരുടെയും നിസ്കാരം ബാത്തിലാണ്. ഈ ഫാനിന്റെ കാറ്റും പോരാ, AC-യുടെ കുളിരും പോരാ, നിന്ന് ഊതിയിറക്കാൻ നെഞ്ചിലോട് അല്ലേ? അപ്പോഴേ നിസ്കാരം ബാത്തിലാവുകയാണ്. നമ്മൾ കാലോചിതമായിട്ട് ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ഒക്കെ ഇബാദത്തുകളെ യാതൊരു കളങ്കവുമില്ലാതെ പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളികൾ അങ്ങനെ ആകണം, നല്ല പള്ളികൾ, ഇത്ര മനോഹരമായ പള്ളികൾ. കേരളത്തിൽ ചില പള്ളികളിൽ ചെന്നാൽ സുജൂദ് ചെയ്യാൻ തോന്നൂല. ചില പള്ളികളിൽ കയറിയാൽ, ഈ നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഈ വഴിയരികിലെ ചില പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഈ ഷോളൊന്നും എടുക്കാതെ, നമ്മുടെ സാധാരണ ഇത് പ്രസംഗത്തിന് പോകുമ്പോഴും പള്ളിയിൽ ജുമയ്ക്ക് മാത്രമൊക്കെ ഇടുക, എപ്പോഴും ഇങ്ങനെ മൂടി നടക്കാറില്ല. അപ്പം ഇതൊക്കെ എടുക്കാതെയാണ് പോകുന്നതെങ്കിൽ സുജൂദ് ചെയ്യാൻ തീരെ തോന്നില്ല. ഇതുണ്ടെങ്കിൽ ഇതെങ്കിലും ഇട്ടിട്ട് സുജൂദ് ചെയ്യാൻ പറ്റും. ചില പള്ളികളുടെ കോലമാണ്. അതൊന്ന് തൂക്കാനോ വാരാനോ വൃത്തിയാക്കാനോ ഒന്നും ആർക്ക് സമയമില്ല. പള്ളികൾ കയറാൻ ആളുകൾ ആഗ്രഹിക്കണം. പള്ളിക്കകത്ത് കയറിയാൽ പുറത്തിറങ്ങാൻ തോന്നരുത്. AC-യോ ഫാനോ ബഹൂറൊക്കെ വാങ്ങിയിട്ട് പുകച്ചോ ഒക്കെ ഒരു സുന്ദരമായി പള്ളിയുടെ അന്തരീക്ഷത്തെ മാറ്റണം. ആളുകൾക്ക് കയറിയാൽ പിന്നെ ഇറങ്ങാൻ തോന്നരുത്. ഇത് സലാമൊന്ന് വീട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, സലാമൊന്ന് വീട്ടിക്കഴിഞ്ഞാൽ മതി, ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ച് നിൽക്കാൻ ആളുകൾ. അത്ര ചൂടാണ്, അത്ര കഠിനമായ ചൂടാണ്. പക്ഷേ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചത് ഒരു വിഭാഗത്തെ തീക്കാറ്റടിപ്പിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ പറയുന്ന നിങ്ങളെ ശ്രദ്ധിക്കണം. തീക്കാറ്റടിച്ചിട്ടാണ് അല്ലാഹു തആല ഒരു സമൂഹത്തെ നശിപ്പിച്ച് കളഞ്ഞത്. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല കൊടുങ്കാറ്റടിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു കോലം മറിച്ച് കുരങ്ങന്മാരാക്കി മാറ്റി. കൂനു ഖിറദത്തൻ ഖാസിഈൻ. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ. ഭൂമി വിണ്ടുകീറി, തീക്കാറ്റടിപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു, അല്ലാഹു തആല കുരങ്ങന്മാരാക്കി കോലം മറിച്ചു. ചില ആളുകളെ അല്ലാഹു ചെയ്ത പണി എന്താണെന്നറിയോ? പ്രളയത്തിൽ മുക്കിക്കൊന്നു. ഈ നിലയിൽ അല്ലാഹു തആല ചില വിഭാഗത്തിന് മാരകമായ പ്ലേഗ് രോഗം കൊടുത്ത് നശിപ്പിച്ചു. ഇതൊക്കെ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച കോലമാണ്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഖുർആനാണല്ലോ ഈ പറഞ്ഞത് ഇത്രയും? തീക്കാറ്റ്, കൊടുങ്കാറ്റ്, ഭൂമി വിണ്ടുകീറൽ, പ്രളയം കൊടുത്തത്, അതുപോലെ തന്നെ കോലം മറിച്ചത്, ഇതെല്ലാം മുൻഗാമികളെ അല്ലാഹു നശിപ്പിച്ച ഓരോ രീതികളാണ്. അവരിൽ ഓരോ തെറ്റുകൾ നിഴലിച്ച് നിന്നിരുന്നു എന്നുള്ളതാണ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, സ്വവർഗരതികളാവുക, അതുപോലെ തന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ട കരുനാഗപ്പള്ളിക്കാരെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ ഇത്രയും തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ? മുൻഗാമികളായ ഓരോ വിഭാഗത്തെ അല്ലാഹു നശിപ്പിച്ചത് ഓരോ തെറ്റിന്റെ പേരിലാണ്. എന്നാൽ ആ തെറ്റുകൾ മുഴുവനും ചെയ്യുന്നവരല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ്. പക്ഷേ നമ്മുടെ സമുദായത്തെ എവിടെയെങ്കിലും അല്ലാഹു തആല തീക്കാറ്റടിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കൊടുങ്കാറ്റടിച്ച് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു പ്രളയത്തിൽ മുക്കിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പറയും ഏതാനും പ്രളയം നമുക്ക് വന്നില്ലേ? ഈ കരുനാഗപ്പള്ളിയിലല്ലേ സുനാമി വന്നത്? പ്രിയപ്പെട്ടവരെ, അതല്ല ടെസ്റ്റ് ഡോസാണ്. അള്ളാന്റെ പരീക്ഷണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഖുർആൻ പഠിച്ചാലേ അതിന്റെ കഥ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാഹു തആല ബനൂ ഇസ്രായേലിന് കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ? ഇന്ന് പരീക്ഷണ തലയിലെ പേനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും പേനാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതിനകത്ത് നിറച്ച് പേനാണ്. കഴിക്കാൻ ഭക്ഷണം എടുത്താലും പേനാണ്. അതുപോലെ ശരീരത്തിന് വസ്ത്രത്തിന് മുഴുവനും പേനാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നാണക്കേടാണ്. ശരീരത്തെ ഏത് വസ്ത്രം ധരിച്ചാലും പേനാണ്. പൊഴുത്തു പേൻ കിടക്കുകയാ.
ആ നിലയിൽ അല്ലാഹു പരീക്ഷണം കൊടുത്തപ്പോൾ ദുആ ചെയ്ത് പരീക്ഷണം മാറ്റിക്കൊടുത്തു. ധിക്കാരം മാറ്റാൻ അവരെ തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹു തവളകളെ കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ തവളകളെ കൊണ്ട് പരീക്ഷിച്ചത്? കുടിക്കുന്ന വെള്ളത്തിൽ തവള, കഴിക്കുന്ന ഭക്ഷണത്തിൽ തവള, അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രത്തിൽ തവള, കിടക്കാൻ പറ്റില്ല തവള. ആ നിലയിൽ അല്ലാഹു തആല ചെറിയ ജീവികളെ കൊണ്ട് പരീക്ഷിച്ചു. അവര് നന്നാകാമെന്ന് അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞു. പക്ഷേ പടച്ചതമ്പുരാ പരീക്ഷണം മാറ്റിക്കൊടുത്തപ്പോൾ അവര് ധിക്കാരികളായി വീണ്ടും മാറി. അല്ലാഹു രക്തം കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ? കുടിക്കാൻ പറ്റൂല. ഒരു ഗ്ലാസ് വെള്ളമെടുത്താ നിറയെ രക്തമാണ്, കഴിക്കാൻ ഭക്ഷണമെടുത്താ പച്ച രക്തമാണ്, അവിടെ ശരീരത്തിലാകമാന രക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാലിഹീങ്ങളായ ഒരാൾ കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ അതിനകത്ത് രക്തമില്ല. അങ്ങനെയാണ് ദുർമാർഗിയായ ഒരു പെണ്ണ് സന്മാർഗിയായ ഒരു പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ വല്ലാത്ത ദാഹമാണ്, കുടിക്കാൻ വെള്ളമെടുത്തപ്പോൾ രക്തമാണ്, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് വെള്ളം തരുവോ? നീ കുടിക്കുമ്പോൾ അത് രക്തമാകുന്നില്ലല്ലോ. ആ പെണ്ണ് വായിലേക്ക് വെള്ളം കൊണ്ടു. എന്നിട്ട് ആ പെണ്ണിന്റെ ചുണ്ട് ഈ ദുർമാർഗിയായ പെണ്ണിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് വെള്ളം പാസ് ചെയ്തു. അല്ലാ അല്ലാ, സന്മാർഗിയായ പെണ്ണിന്റെ വായിലിരിക്കുന്ന വെള്ളം ശുദ്ധവെള്ളമാണ്. പക്ഷേ ദുർമാർഗിയായ പെണ്ണിന്റെ വായിലേക്ക് അത് പാസ് ചെയ്തപ്പോ അത് പച്ച രക്തമാക്കി അല്ല മാറ്റിക്കൊടുത്തു. ഇത് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ? ഇങ്ങനെ പരീക്ഷണങ്ങളുടെ നൂറ് രംഗങ്ങൾ അല്ലാഹു കൊടുത്തിട്ട് എല്ലാ ജനങ്ങളെയും അല്ലാഹു പരീക്ഷിച്ചത് ഓരോ തെറ്റുകൾ കാരണമാണ്. ചില ആളുകൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയവരാ, ചില ആളുകൾ സ്വവർഗരതിയിൽ ആണ്ടുപോയവരാ, ചില ആളുകൾ പ്രവാചകന്മാരെ കളവാക്കിയവരാ, ചിലര് പാവങ്ങളെ സഹായിക്കാതെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ മൈൻഡ് ചെയ്യാതെ അവർക്ക് വേണ്ട പരിചരണവും പരിരക്ഷയും കൊടുക്കാതെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ ജീവിച്ചവർക്ക് അല്ലാഹു തആല കൊടുത്ത പരീക്ഷണങ്ങളുടെ വലിയ ഒരു കോർവയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. എന്നാ ചോദിക്കട്ടെ മുസ്ലിം ഉമ്മത്തെ, ഇതെല്ലാം ഇന്നത്തെ സമുദായത്തിലില്ലേ? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരുന്നില്ലേ? പാവപ്പെട്ടവരെ പുച്ഛിക്കുന്നവരുന്നില്ലേ? പ്രവാചകന്മാരെ അധിക്ഷേപിക്കുന്നവരുന്നില്ലേ? അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്തവരുന്നില്ലേ? കള്ളിന്റെയും പെണ്ണിന്റെയും മദ്യത്തിന്റെയും മദിരാശിയുടെയും പിന്നാലെ പരക്കം പായുന്നവരില്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കുകയാ, പ്രളയം കൊണ്ടല്ല പരീക്ഷിച്ചില്ല, അല്ലാഹു കോലം മറിച്ചില്ല. കാസർഗോഡ് മുതൽ കേരളത്തിന്റെ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും കേരളത്തിന്റെ കഥയെടുത്ത് നോക്ക്. എവിടെയെങ്കിലും അല്ലാഹു ഏതെങ്കിലും മനുഷ്യരെ കുരങ്ങാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യരെ അല്ലാഹു പാമ്പാക്കിയിട്ടുണ്ടോ? എന്തേ പടച്ചവന് കഴിവില്ലാത്തത് കൊണ്ടാണോ? ഇതൊന്നും അല്ലാഹു നമ്മളെ ശിക്ഷിക്കാതെ നമ്മളോട് യാതൊരു നിലയിലുള്ളതായ പടച്ചവന്റെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ഇത്രയും നാള് കാപ്പരക്ഷിച്ച പടച്ചവനുണ്ടല്ലോ. ആ പടച്ചവന്റെ മുമ്പിൽ പാപമോചനത്തിന്റെ കരങ്ങൾ നീട്ടിയാൽ അല്ലാഹു പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കറകൾ കഴുകാൻ പടച്ചതമ്പുരാനോട് ഏത് സമയത്തും ചോദിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹല്ലദീ, എനിക്ക് നീ പൊറുക്കലിനെ തരണേ അല്ലാ. നീ പൊറുത്തില്ലെങ്കിൽ ഞാൻ ഹതഭാഗ്യനാ, നീ പൊറുത്തില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിൽ ഞാൻ ആപതിച്ചു പോകും റബ്ബേ. അതുകൊണ്ട് പുറത്തു തരണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് തേടേണ്ട 10 ദിവസങ്ങളാ നമ്മുടെ മുമ്പിലുള്ളത്. ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, അത് ഞങ്ങൾ വല്ല തെറ്റ് ചെയ്തിട്ട് വേണ്ടേ പാപമോചനം തേടാൻ? നമ്മുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, എന്താണെന്നറിയോ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുകയാണ്. അല്ല, പാപികൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴി മാത്രമാണ് ഇസ്തിഗ്ഫാർ. അല്ലാതെ അത് പാപത്തിന്റെ കറകൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല. അതൊരു ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, തസ്ബീഹ് പോലെ, തഹ്മീദ് പോലെ, തംജീദ് പോലെ, തക്ബീർ പോലെ, തഹ്ലീൽ പോലെ ഒരു ഇബാദത്താണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന് പറയുന്നത്. അതിന്റെ തെളിവെന്താണെന്നറിയോ? പ്രവാചകന്മാരാരെങ്കിലും തെറ്റ് ചെയ്യോ? പ്രവാചകന്മാരാരെങ്കിലും തെറ്റ് ചെയ്യോ? മഅസൂമീങ്ങളല്ലേ? ഏതെങ്കിലും പ്രവാചകന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഒരു പാപത്തിൻ്റെ എന്തെങ്കിലും ഒരു ചാപല്യം തൻ്റെ ജീവിതത്തിൻ്റെ 7 അയൽപ്പക്കത്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ നായകനല്ലേ ഈ സ്വർഗം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബല്ലേ നരകം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ റസൂലല്ലേ അർശും കുർസും ലൗഹും കലമും ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബാണ് സർവ്വലോകവും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതര്. അള്ളാഹ് അല്ലാത്ത എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. നബി എന്ത് തെറ്റ് ചെയ്തിട്ടാ നബി? നമ്മുടെ നായകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ? എന്നിട്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയത് എന്തുകൊണ്ടാണ്? സമുദായത്തെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ പൊന്നനുചരന്മാരെ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇസ്തിഗ്ഫാർ പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല, അതൊരു ഇബാദത്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. 100 ഇസ്തിഗ്ഫാർ. നമ്മളോ റമളാൻ മാസത്തിൽ മാത്രം, അതും 2ാമത്തെ 10 മാത്രം, അതും 15 പ്രാവശ്യം. 3 15, 5 വഖത്ത് നിസ്കാരത്തിൽ 3 വട്ടം വീതം, തറാവീഹിന് 3, വിത്തറിന് ചില പള്ളികളിലുണ്ട് 3, അങ്ങനെ 15 6 21 പ്രാവശ്യം ദിവസം നമ്മൾ റമളാന്റെ 2ാമത്തെ 10 മാത്രം ചെയ്യുന്ന സംഗതി ദിവസം റമളാൻ അല്ലാത്തപ്പോഴും എൻ്റെയും നിങ്ങളുടെയും നേതാവ് 100 വട്ടം ചൊല്ലുമായിരുന്നു ഇസ്തിഗ്ഫാർ. നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അത് ഇസ്തിഗ്ഫാറിന്റെ മറ്റൊരു വെർഷനാണ്, മറ്റൊരു ഭാഷയാണ്. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. നമ്മുടെ നായകൻ ഒരു തെറ്റും ചെയ്തില്ല. നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത്? ഈ റമളാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എഴുന്നേക്കാൻ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മാത്രം ഉണ്ടാവും. അത് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല, ഞാൻ നിൽക്കുന്ന ആളായതുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഞാൻ അങ്ങ് ഇരിക്കേണ്ടി വരും. കാരണം ബാക്കിയെല്ലാവരും ഇരിക്കുകയാണല്ലോ. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാപികൾക്ക് മാത്രമുള്ളൊരു മരുന്നാണെന്ന് ആരും ചിന്തിച്ചു പോണ്ട. ഇൻഷാ അല്ലാഹ് ഈ പാപമോചനത്തിൻ്റെ നല്ല രാവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ തൽക്കാലം ഞാൻ ആഖിറത്തിൻ്റെ കാര്യം അങ്ങ് നിർത്തുകയാണ്. എല്ലാവർക്കും വേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയില്ല. ഈ പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമെന്നറിയാമെങ്കിൽ ആളുകൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ വരും, ധാരാളം ആളുകൾ വരും. ദുനിയാവിൽ എന്ത് നേട്ടം നമുക്കുള്ളത്? ഇൻഷാ അല്ലാഹ് പാപമോചനം കൊണ്ട് ദുനിയാവിൽ എന്ത് നേട്ടം ഉള്ളത്, അത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിശദീകരിക്കാം. വളരെ കുറഞ്ഞ സമയം ഇനി ഉള്ളൂ. ആ സമയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമുക്ക് എന്ത് ഗുണമാണ് ഈ പാപമോചനം കൊണ്ട് കിട്ടുക? അതുകൊണ്ട് ചോദിച്ചോളി അള്ളാഹുവിനോട്. 1, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വരികയാണ്. നിറഞ്ഞ സദസ്സാണ്. ഹസൻ ബസരി തങ്ങൾ പ്രസംഗിക്കുകയാണ്. ഒരാൾ എഴുന്നേറ്റൊരു ശിഷ്യനെ എഴുന്നേറ്റ് ചോദിക്കുന്നു, തങ്ങളെ, എനിക്ക് സന്താനങ്ങളില്ല, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? മക്കളില്ല. സദസ്സിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റു. അയാൾ പറഞ്ഞു, തങ്ങളെ, എനിക്കും മക്കളില്ല, ഞാൻ എന്താ വേണ്ടത്? അള്ളാഹു എനിക്ക് സന്താനങ്ങളെ തന്നിട്ടില്ല. ഒരാൾ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, അത് പോരാ, എനിക്ക് സന്താനങ്ങൾ ഇനിയും വേണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക. ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ. വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, തങ്ങളെ, എനിക്കൊരു പരാതിയുണ്ട്. എന്ത് പരാതിയാ നിനക്കുള്ളത്? ദാരിദ്ര്യമാണ്, ഒരു പൈസ കയ്യിലില്ല തങ്ങളെ, എന്നും കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. ആ മനുഷ്യനോട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ സഹോദരാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, പാപമോചനം തേടിക്കോ.
അയാൾ ഇരുന്നപ്പോ മറ്റൊരാൾ എഴുന്നേറ്റു. എന്നിട്ട് പറയുന്നു, തങ്ങളെ, മഴയില്ലാത്ത കാരണത്താൽ കഷ്ടതയിലാ, വറ്റി വരണ്ട വയലേലകളാ വിണ്ടുകീറി കിടക്കുകയാ. കൃഷി ഇറക്കിയിട്ട് വെള്ളമില്ലാത്തതിന്റെ പേരില്, മഴ വർഷിക്കാത്തതിന്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ്. അതുകൊണ്ട് എന്താ ഞാൻ വേണ്ടത് തങ്ങളെ? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അയാളോടും പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. നാലാമതൊരാൾ എഴുന്നേറ്റിട്ട് പരാതിയല്ല പറഞ്ഞത്, സംശയമാണ്. തങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ, അയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു, ഇയാൾക്ക് കടമുണ്ട്, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു, മറ്റേയാൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ 3 പേരും പറഞ്ഞത് 3 കാര്യമാണ്. അവർക്ക് 3 പേർക്കും 3 മറുപടിയല്ലേ കൊടുക്കുക. പക്ഷെ നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണല്ലോ. 3 പേരും പറഞ്ഞ രോഗങ്ങൾ വേറെ. ഒരാൾ വന്ന് ക്യാൻസർ, മറ്റേയാൾ വന്ന് ട്യൂമർ, വേറൊരാൾ വന്ന് പ്രഷർ, മറ്റൊരാൾ വന്ന് ഷുഗർ. ഈ 4 പേർക്ക് കൊടുക്കുന്ന മരുന്നൊന്ന്. എങ്ങനെ ശരിയാവും? അദ്ദേഹത്തിന്റെ സംശയം അതാണ്. 3 പേരുടെയും ആവശ്യം 3 അല്ല തങ്ങളെ, പക്ഷെ അതിന് നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണ്. അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചോ. ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ഞാനല്ല മറുപടി കൊടുത്തത്, അല്ലാഹു ജല്ല ജലാലു പടച്ചതമ്പുരാന്റെ മറുപടിയാണിത്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ വേണോ? പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതെ വിഷമിക്കുന്നവര് അങ്ങ് തമിഴ്നാട്ടിലെ ആറ്റാങ്കരക്കിപ്പുറത്തുള്ള വിജനമായ മരുഭൂമിയിൽ ചെന്നിട്ട് വലിയ പാറപ്പുറത്ത് ഉരുളി കമിഴ്ത്തിയത് കൊണ്ട് മക്കളുണ്ടാവോ? അതാ സമുദായത്തിന്റെ വിശ്വാസം. തമിഴ്നാട്ടിൽ കൊണ്ട് ഉരുളി കമത്തിയാൽ കരുനാഗപ്പള്ളി പാർക്ക് മക്കളുണ്ടാവുമെന്നാണ്. എന്തൊരു മൂഢവിശ്വാസമാണ്. തമിഴ്നാട്ടിലെ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിൽ കൊണ്ടുവന്ന് കരിവള വാങ്ങി തൂക്കിയാൽ, ഒരു തൊട്ടിൽ കെട്ടിയാൽ ഇവിടെ കുഞ്ഞുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരുടെ ലോകം. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഖുർആനും നടുക്ക്, അതിനകത്ത് മരുന്നുണ്ട്. നിങ്ങൾക്ക് മക്കളില്ലാത്തവരെന്നെ കേൾക്കുന്ന പെങ്ങന്മാരുണ്ടോ? നിങ്ങളുടെ സഹോദരിമാർക്ക് മക്കളില്ലാത്തവരുണ്ടോ? പടച്ചവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാണ്, കഅബാലയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹനെ തന്നെയാണ് സത്യം. ഖുർആൻ നമുക്ക് അല്ലാഹു തന്നത് പ്രിയപ്പെട്ടവരെ വായിക്കാനും പ്രസംഗിക്കാനും ഓതാനും വേണ്ടി മാത്രമല്ല. അതിനകത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന്. സന്താനങ്ങളില്ലെങ്കിൽ എന്ത് വേണമെന്ന്? മക്കളുണ്ടാവുക വലിയ സന്തോഷമാണല്ലോ.